പൂരലഹരിയിലേക്ക് പാറമേക്കാവ് ദേവസ്വത്തിന്റെ മണികണ്ഠനാൽ പൂരം പന്തലിന് കാൽനാട്ടി. അനിശ്ചിതത്വങ്ങൾക്ക് ഇട നൽകാത്ത രീതിയിൽ പൂരം നടത്തുമെന്ന് ഭാരവാഹികൾ. അതിരപ്പള്ളി പഞ്ചായത്തിൽ ജനകീയ ഹർത്താൽ തുടരുന്നു. കാട്ടാന ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധിച്ചാണ് ഹർത്താൽ. വെറ്റിലപ്പാറയിൽ റോഡ് ഉപരോധിച്ച ജനകീയ സമിതി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. തൃശൂർ പാലക്കാട് RD ഓഫീസുകൾക്ക് ബോംബ് ഭീഷണി. പോലീസും ബോംബ് സ്ക്വാഡും പരിശോധന നടത്തി. ഇമെയിൽ വഴിയാണ് ഭീഷണി സന്ദേശം വന്നത്. MDMAയുമായി വിദേശ പൗരനെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. ടാൻസാനിയ സ്വദേശി അബ്ദുൾ ഹാമദ് മഖാമയാണ് പിടിയിലായത്. യേശുക്രിസ്തുവിന്റെ അന്ത്യ അത്താഴത്തിന്റെ സ്മരണ പുതുക്കി ക്രൈസ്തവ വിശ്വാസികൾ നാളെ പെസഹ വ്യാഴം ആചരിക്കും. ദേവാലയങ്ങളിൽ നാളെ പ്രത്യേക പ്രാർത്ഥന തിരുകർമ്മങ്ങൾ നടക്കും. വാടാനപ്പള്ളിയിൽ സഹപ്രവർത്തകനെ മദ്യലഹരിയിൽ കെട്ടിടത്തിൽ നിന്നും തള്ളിയിട്ട് കൊലപ്പെടുത്തി. പത്തനംതിട്ട സ്വദേശി അനിൽകുമാറാണ് മരിച്ചത്. സംഭവത്തിൽ സഹപ്രവർത്തകനായ കോട്ടയം സ്വദേശി ഷാജു ചാക്കോ പോലീസ് പിടിയിൽ. ചേലക്കരയിൽ യുവാവിന് കുത്തേറ്റു. തലക്കോട്ടുകര കൈപ്പറമ്പ് റോഡിന്റെ ശോചനീയാവസ്ഥ യാത്രക്കാർക്ക് ദുരിതമാകുന്നു. പുനർനിർമ്മിക്കാനോ അറ്റകുറ്റപ്പണി നടത്തുവാനോ തയ്യാറാകാതെ അധികൃതർ. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. വാർത്തകൾ വിശദമായി. തൃശൂർ പൂരത്തോടനുബന്ധിച്ച് പാറമേക്കാവ് ദേവസ്വം മണികണ്ഠനാലിൽ ഒരുക്കുന്ന പൂരം പന്തലിന്റെ കാൽനാട്ടുകർമ്മം നടന്നു. പാറമേക്കാവ് മേൽക്കാവ് മേൽശാന്തി കരേക്കാട്ട് രാമൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ നടന്ന പൂജാകർമ്മങ്ങൾക്ക് ശേഷം ദേശക്കാർ ചേർന്ന് പന്തലിന്റെ കാൽനാട്ടി. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. രവീന്ദ്രൻ, മുൻ മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ, പാറമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ M. ബാലഗോപാൽ, സെക്രട്ടറി G. രാജേഷ്, മറ്റു ദേവസ്വം ഭാരവാഹികൾ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു കാൽനാട്ട് കർമ്മം. പൂരം വെടിക്കെട്ട് സാധാരണ പോലെ ഇത്തവണ നടക്കുമെന്നും ഫയർ ലൈൻ കുറച്ചുകൂടി ഉള്ളിലേക്ക് മാറ്റി ആളുകൾക്ക് 100 മീറ്റർ അകലം പാലിച്ച് പൂരം കാണാനുള്ള സൗകര്യം ഒരുക്കുമെന്നും പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി G. രാജേഷ് പറഞ്ഞു. കഴിഞ്ഞ വർഷത്തെ പോലെ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളോടെയും ഇരു ദേവസ്വങ്ങളും ജില്ലാ ഭരണകൂടവുമായി സഹകരിച്ചാണ് മുന്നോട്ടു പോകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. തൃശൂർ ഇന്നു മുതൽ പൂര ലഹരിയിലാണ്. ഇന്ന് കാലത്ത് 9:30 ബ്രഹ്മശ്രീ കരേക്കാട് രാമൻ നമ്പൂതിരിപ്പാടിന്റെ പൂജകൾക്ക് ശേഷം ദേശക്കാരെല്ലാവരും ചേർന്ന് പാറമേക്കാവ് വിഭാഗത്തിന്റെ മണികണ്ഠനാൽ പന്തലിന്റെ കാൽനാട്ട് കർമ്മമാണ് ഇപ്പോൾ നടന്നത്. പണികളിപ്പോൾ ആരംഭിക്കും. എടപ്പാട് നാദം ബൈജുവാണ് ഇതിൻ്റെ കോൺട്രാക്ടർ. ഏതാണ്ട് 100 അടി പൊക്കം ആണ് ഇതിന്. പല നിലകളിലായിട്ടുള്ള ഈ പന്തൽ ഇന്നു മുതൽ പൂരലഹരിയിൽ തന്നെയാണ് തൃശ്ശൂർ. അതിപ്പോൾ തൽക്കാലം ഇങ്ങനെ നടക്കട്ടെ. ഭേദഗതി വരികയാണെങ്കിൽ വരട്ടെ. നമ്മൾ വേലയ്ക്ക് ചെയ്ത മാതിരി മാഗസിൻ ഒഴിവാക്കിയിട്ട് ഇത്തവണ വേറൊരു മാറ്റം കൂടി നോക്കുന്നുണ്ട്. ആ ഫയർ ലൈൻ കുറച്ചും കൂടി ഉള്ളിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ തെക്ക് വശത്തുള്ള സ്വരാജ് റൗണ്ടിലെ ആൾക്കാരെ വളരെയധികം നിർത്താൻ പറ്റും. ആകെ 100 മീറ്റർ കിട്ടാത്ത ചെറിയൊരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. അല്ല, വളരെ സൂക്ഷിച്ചിട്ടാണ് എല്ലാ സ്റ്റെപ്പ് കൊടുക്കുന്നത് ഇരു ദേവസ്വങ്ങളും. അപ്പോൾ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അത് ജില്ലാ ഭരണകൂടവും വളരെയധികം സഹകരിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്തവണത്തെ പൂരം അതിഗംഭീരമായി നടത്താനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചിരിക്കുകയാണെന്ന് മുൻ കൃഷി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ പറഞ്ഞു. 229ാമത്തെ പൂരം അതിഗംഭീരമായ രീതിയിൽ നടത്താനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചിരിക്കുകയാണ്. അതിൻ്റെ ആവേശകരമായ തുടക്കം എന്ന് പറയുന്നത് ഇന്ന് പാറമേക്കാവിൻ്റെ 100 അടിയിലധികം ഉയരമുള്ള അതിഗംഭീരമായിട്ടുള്ള മണികണ്ഠനാലിലെ പന്തലിൻ്റെ കാൽനാട്ട് കർമ്മം കഴിഞ്ഞിരിക്കുകയാണ്. ഇത്തവണത്തെ വെടിക്കെട്ട് കഴിഞ്ഞ വർഷത്തേക്കാളും അല്ലെങ്കിൽ മുൻകാലത്തേക്കാളും കൂടുതലായിട്ട് അടുത്തുനിന്ന് കാണാൻ കഴിയുന്ന ഞാൻ പ്രതീക്ഷിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്തവണ ഫയർ ലൈനിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ കുറച്ചും കൂടെ അടുത്ത് വരാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ സംസ്ഥാന ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്, ദേവസ്വം ബോർഡുമായി സഹകരിച്ചുകൊണ്ട്. ഇന്നലെ ബഹുമാനപ്പെട്ട മന്ത്രിയൊക്കെ അതിനെപ്പറ്റിയുള്ള വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തവണത്തെ പൂരം മുൻപ് ഏത് കൊല്ലത്തേക്കാളും ഗംഭീരമായി നടത്താനുള്ള ഒരുക്കങ്ങൾ ഗംഭീരമായി നടക്കുന്നുണ്ട്. എല്ലാവരും കൂടി വന്നാൽ മതി. ഏകദേശം 100 അടി ഉയരത്തിലുള്ള ബഹുനില പന്തലാണ് പാറമേക്കാവ് മണികണ്ഠനാലിൽ ഒരുക്കുന്നത്. ഇത്തവണയും പന്തലിന്റെയും ലൈറ്റിന്റെയും നിർമ്മാണ ചുമതല നാദം ബൈജുവിനാണ്. 25-ാം തീയതി രാവിലെ തിരുവമ്പാടി ദേവസ്വം നടുവിലാലിലും നായ്ക്കനാലിലും ഒരുക്കുന്ന പന്തലിന്റെ കാൽനാട്ട് കർമ്മം നടക്കും. TCV ന്യൂസ്, തൃശൂർ. തൃശൂർ പൂരത്തോടനുബന്ധിച്ച് തിരുവമ്പാടി ദേശത്തിന്റെ നടുവിലാലിന്റെയും നായ്ക്കനാലിലെയും പന്തലുകൾ കാൽനാട്ടുകർമ്മം 25-ന് നടക്കുമെന്ന് ദേവസ്വം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇത്തവണ പൂരം വെടിക്കെട്ട് ഭംഗിയായി നടത്താൻ സാധിക്കുമെന്നും മാഗസീനുകൾ കാലിയാക്കിയിട്ടാൽ വെടിക്കെട്ട് നടത്തുന്നതിന് ദൂരപരിധി പ്രശ്നമാകില്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു. വെടിക്കോപ്പുകൾ മാഗസീനിൽ സൂക്ഷിക്കാതെ അതാത് സമയത്ത് നേരിട്ട് കൊണ്ടുവന്ന് വെടിക്കെട്ട് നടക്കുന്ന സ്ഥലത്ത് ലോഡ് ചെയ്യുന്നതിനാൽ 200 മീറ്റർ എന്ന ദൂരപരിധി ബാധകമാകില്ല.
ഇതൊരു പുതിയ കാൽവെപ്പാണ്. AGയിൽ നിന്ന് കിട്ടിയ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാരും ജില്ലാ ഭരണകൂടവും പൂരവും വെടിക്കെട്ട് സുഗമമായി നടത്തുന്നതിന് തടസ്സമില്ലെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിനെ സ്വാഗതം ചെയ്യുന്നുവെന്നും സെക്രട്ടറി K. ഗിരീഷ് കുമാറും ജോയിന്റ് സെക്രട്ടറി P. ശശിധരനും പറഞ്ഞു. തൃശൂർ പൂരത്തിന് പ്രത്യേക പാക്കേജ് വേണമെന്ന് ദേവസ്വം ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. നെട്ടിശ്ശേരി ക്ഷേത്രത്തിലെ അത്തം കൊടിക്കുത്ത് ഉത്സവത്തിന് ആനകളെ വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവത്തിൽ സമഗ്ര അന്വേഷണത്തിന് നിർദ്ദേശം നൽകി കൊച്ചിൻ ദേവസ്വം ബോർഡ്. ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് ദേവസ്വം ബോർഡ് ചീഫ് വിജിലൻസ് ഓഫീസറെ ചുമതലപ്പെടുത്തി. അന്വേഷണ റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് ദേവസ്വം ബോർഡ് അറിയിച്ചു. ബോർഡ് പ്രസിഡന്റ് K. രവീന്ദ്രന്റെ അധ്യക്ഷതയിൽ ബോർഡ് ഓഫീസിൽ വെച്ച് നടന്ന ചർച്ചയിൽ നെട്ടിശ്ശേരി ക്ഷേത്ര ഉത്സവാഘോഷ കമ്മിറ്റിയെ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. കൊച്ചിൻ ദേവസ്വം ബോർഡ് അധികൃതർ ആനകളെ എത്തിച്ചു നൽകാത്തതിനാൽ പൂരം മുടങ്ങിയതിന് കാരണക്കാരായവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് നെട്ടിശ്ശേരി ശ്രീ ധർമ്മശാസ്താ ക്ഷേത്ര ഉത്സവാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭക്തജനങ്ങൾ കൊച്ചിൻ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തിന് മുന്നിൽ പ്രതിഷേധിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് അധികൃതരുടെ അനാസ്ഥയും ഉത്തരവാദിത്വമില്ലായ്മയുമാണ് തറക്കൽ പൂരം മുടങ്ങാനിടയായതെന്നും ഇതിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് അധികൃതർ മാപ്പ് പറയണമെന്നും കുറ്റക്കാർക്കെതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കാൻ തയ്യാറാകണമെന്നും നെട്ടിശ്ശേരി ശ്രീ ധർമ്മശാസ്താ ക്ഷേത്ര ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി ജനറൽ സെക്രട്ടറി വത്സൻ ചമ്പക്കര പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നെട്ടിശ്ശേരി ശ്രീ ധർമ്മശാസ്താ ക്ഷേത്ര ഉത്സവാഘോഷ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് K. ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി E. സതീഷ്, ജോയിന്റ് സെക്രട്ടറി CS. രഘുനാഥൻ, ഉത്സവ കമ്മിറ്റി അംഗം T. രാമചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രതിഷേധ പരിപാടിയുടെ മുന്നോടിയായി ഭക്തജനങ്ങൾ കടലാസ് കോലം ഉയർത്തിപ്പിടിച്ച് പാണ്ടിമേളത്തോടെ പ്രതീകാത്മക എഴുന്നള്ളിപ്പ് നടത്തി. കാട്ടാന ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിച്ച് അതിരപ്പള്ളി പഞ്ചായത്തിൽ ജനകീയ സമിതി ഹർത്താൽ ആചരിച്ചു. ഒരു ദിവസം 3 ആദിവാസികളെയാണ് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. വനപാലകരുടെ അനാസ്ഥയാണെന്ന് ആരോപിച്ചാണ് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ഹർത്താൽ ആചരിച്ചത്. ഹർത്താലിന്റെ ഭാഗമായി വെറ്റിലപ്പാറ 13-ൽ 300ഓളം പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. ഉപരോധ സമരം അതിരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് K. റിജേഷ് ഉദ്ഘാടനം ചെയ്തു. സമരക്കാരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഉപരോധത്തെ തുടർന്ന് മലക്കപ്പാറ മേഖലയിലേക്ക് വിനോദസഞ്ചാരത്തിനെത്തിയ 100 കണക്കിന് വാഹനങ്ങൾ കുടുങ്ങി. ഹർത്താൽ പ്രഖ്യാപിച്ചതിനാൽ അതിരപ്പള്ളി പഞ്ചായത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്ക് വനം വകുപ്പ് അവധി പ്രഖ്യാപിച്ചിരുന്നു. ഹർത്താലിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പിന്തുണ പ്രഖ്യാപിച്ചതോടെ മേഖലയിലെ കടകളും വ്യാപാര സ്ഥാപനങ്ങളും അടഞ്ഞുകിടന്നു. കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അംബിക, സതീഷ് എന്നിവരുടെ മൃതദേഹങ്ങൾ ഇന്നലെ രാത്രി വാഴച്ചാൽ ഉന്നതിയിൽ സംസ്കരിച്ചു. ജില്ലാ കളക്ടർ അർജുൻ പണ്ഡിൻ ഉന്നതിയിലെത്തിയിരുന്നു. മരിച്ചവർക്കുള്ള വനം വകുപ്പിന്റെ സഹായധനമായി 5 ലക്ഷം രൂപ കളക്ടർ ബന്ധുക്കൾക്ക് കൈമാറി. തൃശൂർ പാലക്കാട് RD ഓഫീസുകളിൽ ബോംബ് ഭീഷണി. പോലീസും ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തി. തൃശൂർ RD ഓഫീസിലേക്കാണ് ഇമെയിൽ വഴി സന്ദേശം വന്നത്. റാണ തഹവൂർ എന്ന പേരിലുള്ള വിലാസത്തിൽ നിന്ന് വന്ന മെയിലിൽ തമിഴ്നാട്ടിലെ AIADMK നേതാവ് എടപ്പാടി പളനിസ്വാമിയെ വധിക്കാൻ വേണ്ടി ബോംബ് സ്ഫോടനം നടത്തുമെന്നായിരുന്നു സന്ദേശം. തൃശൂർ അയ്യന്തോളിലെ RD ഓഫീസ് ബോംബിട്ട് തകർക്കുമെന്നാണ് ആദ്യം ഭീഷണിയെത്തിയത്. പുലർച്ചെ 4:30യോടെയാണ് ബോംബ് ഭീഷണിയെത്തിയത്. പിന്നാലെ പാലക്കാട് RD ഓഫീസിലും ഭീഷണി സന്ദേശം ലഭിച്ചു. ഭീഷണി സന്ദേശം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ജീവനക്കാർ പോലീസിൽ വിവരം അറിയിച്ചു. ബോംബ് സ്ക്വാഡും പോലീസും പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. MDMAയുമായി വിദേശ പൗരനെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. ടാൻസാനിയ സ്വദേശി അബ്ദുൽ ഹാമദ് മഖാമയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്.
കഴിഞ്ഞ ഓഗസ്റ്റിൽ ചൊവ്വന്നൂരിൽ നിന്ന് 67 ഗ്രാം MDMAയും 2 കിലോ ഹാഷിഷ് ഓയിലുമായി 4 പ്രതികളെ നേരത്തെ പിടികൂടിയിരുന്നു. ഈ പ്രതികൾക്ക് MDMA വിൽപ്പന നടത്തിയ കേസിലാണ് ബംഗളൂരു വിമാനത്താവളത്തിൽ നിന്ന് അബ്ദുൾ ഹാമദിനെ പിടികൂടിയത്. കേസിലെ 5ാം പ്രതിയാണ് അറസ്റ്റിലായ വിദേശ പൗരൻ. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിൽപ്പന സംഘത്തിലെ പ്രധാനിയും ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് വൻതോതിൽ ലഹരി വസ്തുക്കൾ എത്തിക്കുന്ന സംഘത്തലവനാണ് പ്രതിയെന്നും പോലീസ് പറഞ്ഞു. യേശുക്രിസ്തുവിന്റെ അന്ത്യ അത്താഴ സ്മരണ പുതുക്കി ക്രൈസ്തവ വിശ്വാസികൾ നാളെ പെസഹ വ്യാഴം ആചരിക്കും. ക്രിസ്തു കുരിശുമരണത്തിന് മുൻപ് തന്റെ ശിഷ്യന്മാർക്കൊപ്പം അന്ത്യ അത്താഴം കഴിച്ചതിന്റെയും വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിന്റെയും ഓർമ്മ പുതുക്കലാണ് പെസഹ. അന്ത്യത്താഴ വേളയിൽ യേശു തന്റെ ശിഷ്യരുടെ പാദങ്ങൾ കഴുകി ചുംബിച്ച് വിനയത്തിന്റെ മാതൃക പഠിപ്പിച്ചതിന്റെ ഓർമ്മയിൽ ദേവാലയങ്ങളിൽ കാൽ കഴുകൽ ശുശ്രൂഷ നടക്കും. നാളെ രാവിലെ തൃശൂർ ലൂർദ് കത്തീഡ്രലിൽ നടക്കുന്ന ചടങ്ങുകൾക്ക് അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിലും, വ്യാകുലമാത ബസിലിക്കയിൽ നടക്കുന്ന ചടങ്ങുകൾക്ക് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തും, തൃശൂർ മാർത്തമറിയം വലിയ പള്ളിയിൽ നടക്കുന്ന ചടങ്ങുകൾക്ക് മാർ ഔഗിൻ കുര്യാക്കോസും, കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടക്കുന്ന തിരുകർമ്മങ്ങൾക്ക് ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിലും, ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടക്കുന്ന തിരുകർമ്മങ്ങൾക്ക് മാർ പോളി കണ്ണൂക്കാടനും മുഖ്യ കാർമ്മികത്വം വഹിക്കും. വാടാനപ്പള്ളിയിൽ സഹപ്രവർത്തകനെ മദ്യലഹരിയിൽ കെട്ടിടത്തിൽ നിന്നും തള്ളിയിട്ട് കൊലപ്പെടുത്തി. തൃത്തല്ലൂർ മൊളുബസാറിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനായ പത്തനംതിട്ട അടൂർ സ്വദേശി പടിഞ്ഞാറത്തറ വീട്ടിൽ 40 വയസ്സുള്ള അനിൽകുമാറാണ് മരിച്ചത്. ഇന്നലെ രാത്രി 11:30യോടെയായിരുന്നു സംഭവം. മദ്യപിച്ചുണ്ടായ വാക്കുതർക്കത്തിനിടയിൽ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് സുഹൃത്ത് കോട്ടയം കാഞ്ഞിരപ്പള്ളി സ്വദേശി ഷാജു ചാക്കോ അനിൽകുമാറിനെ തള്ളിയിടുകയായിരുന്നു. തുടർന്ന് കല്ലുകൊണ്ട് തലയ്ക്കടിച്ചാണ് കൊലപ്പെടുത്തിയത്. ഇക്കാര്യങ്ങൾ ഷാജു തന്നെ ഉടമയെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് അനിൽകുമാറിനെ ഏങ്ങണ്ടിയൂരിലെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു. സംഭവത്തിൽ ഷാജു ചാക്കോയെ വാടാനപ്പള്ളി പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചേലക്കര വെങ്ങാനല്ലൂരിൽ കത്തിക്കുത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. വെങ്ങാനല്ലൂർ സ്വദേശി 19 വയസ്സുള്ള ഷാനുബിനാണ് കുത്തേറ്റത്. സംഭവവുമായി ബന്ധപ്പെട്ട് വെങ്ങാനല്ലൂർ പെരുമ്പാവൂർ വീട്ടിൽ വിപിൻ, പാലേരി വീട്ടിൽ പ്രദീപ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം രാത്രിയുണ്ടായ വാക്കുതർക്കമാണ് കത്തിക്കുത്തിൽ കലാശിച്ചത്. ചേലക്കര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സതീഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. തലക്കോട്ടുകര കൈപ്പറമ്പ് റോഡിന്റെ ശോചനീയാവസ്ഥ യാത്രക്കാർക്കും നാട്ടുകാർക്കും ദുരിതമാകുന്നു. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡ് പുനർനിർമ്മിക്കുവാനോ അറ്റകുറ്റപ്പണി നടത്തുവാനോ അധികൃതർ തയ്യാറാകാത്തത് പ്രതിഷേധത്തിനിടയാക്കുന്നു. കേച്ചേരി വടക്കാഞ്ചേരി കുന്നംകുളം തൃശൂർ എന്നീ 2 സംസ്ഥാന ഹൈവേകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് തലക്കോട്ടുകര കൈപ്പറമ്പ് റോഡ്. കൈപ്പറമ്പ്, ചൂണ്ടൽ, വേലൂർ പഞ്ചായത്തുകളിലൂടെ കടന്നുപോകുന്ന റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് 8 വർഷത്തോളമായി. ഈ റോഡിലൂടെയുള്ള യാത്ര അത്യന്തം ദുരിതമാണ് യാത്രക്കാർക്കും നാട്ടുകാർക്കും സമ്മാനിക്കുന്നത്. സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജും കേരളത്തിലെ പ്രശസ്തമായ ധ്യാന കേന്ദ്രങ്ങളും കിഡ്നി ഡയാലിസിസ് സെന്ററും റോഡ് കടന്നുപോകുന്ന പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. എപ്പോഴും രോഗികളായിട്ട് വരുന്ന ആംബുലൻസുകൾ, എപ്പോഴും അതേപോലെ വഴി ബ്ലോക്കായിട്ട് വരുന്ന ഒരു ബൈപ്പാസ് വഴി, ഇതിൻ്റെയൊക്കെ പുറമെ വണ്ടികൾ, ഓട്ടോറിക്ഷകൾ, കൈപ്പുറമേ 100-100 ചില്ലറ ഓട്ടോറിക്ഷകളുണ്ട്. എല്ലാവരും ഇതുകൂടെ ഗാകുലത്ത് ഗാനകേന്ദ്രം കോളേജിന് അത്യാവശ്യമായിട്ട് വരുന്നത്. ധൃതിയിൽ വരുമ്പോൾ ഈ വഴി ഇങ്ങനെ അലമ്പായിട്ട് കെടുക്കുക, വണ്ടികൾ യാത്ര ചെയ്യുന്നവർക്ക് ബുദ്ധിമുട്ട്. നമ്മുടെ വണ്ടിക്ക് എന്നും കംപ്ലൈന്റ് വരിക. വണ്ടി വർക്ക്ഷോപ്പിൽ ഓടി തോറ്റു, സ്പെയർ പാർട്സ് കടയിൽ കാശ് കൊടുത്തിട്ട് തോറ്റു. അതേമാതിരി നമുക്ക് ജീവിതം അന്നം മുട്ടിക്കാൻ വേണ്ടി കഷ്ടപ്പാടുന്നു. 3 കിലോമീറ്റർ ദൂരത്തിൽ തകർന്നു കിടക്കുന്ന റോഡ് പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പൊതുമരാമത്ത് മന്ത്രിക്കും MLAയ്ക്കും ത്രിതല പഞ്ചായത്ത് ഭരണാധികാരികൾക്കും നിരവധി തവണ നിവേദനങ്ങൾ നൽകിയിട്ടും അനുകൂലമായി നടപടികൾ ഉണ്ടാകുന്നില്ലെന്ന പരാതിയുണ്ട്. 2 സംസ്ഥാന പാതയിൽ ബ്ലോക്ക് വന്നാലും മറ്റു തടസ്സം വന്നാലും വണ്ടികൾ മുഴുവൻ പോകുന്ന റോഡ് ഒരു 8 കൊല്ലത്തിന്റെ മുകളിലായി ഈ ഭാഗം ടാറിങ് കഴിഞ്ഞിട്ട്. ഇതുവരെ പിന്നെ അതിന് ശേഷം ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. വർഷങ്ങളായിട്ട് ഇത് പൊളിഞ്ഞ് തകർന്ന് കിടക്കുകയാണ് റോഡ്. വഴിയാത്രക്കാർക്കും പ്രദേശവാസികൾക്കും ഇത് ഭയങ്കര ദുരിതമാണ്. ഇവിടെ ഇതിന്റെ പുറമെ 1 മാസത്തോളമായി ഇവിടെ ഏതോ ഒരു കോൺട്രാക്ടർ മെറ്റൽ കൊടുന്ന് ഇട്ടിട്ട് സ്ഥിരം അപകടം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ബൈക്ക് യാത്രക്കാരായാലും മറ്റു വാഹനങ്ങളായാലും സ്ഥിരം അപകടം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ആ മെറ്റല്.
അത് മാറ്റാനും അധികാരികൾ ഇതുവരെ നടപടിയെടുത്തിട്ടില്ല. റോഡരികിലെ കോൺക്രീറ്റ് കാനുകൾ സ്വകാര്യ വ്യക്തികൾ മണ്ണിട്ട് നികത്തിയതിനാൽ മഴ പെയ്താൽ റോഡിലൂടെ വെള്ളം ഒഴുകി കാൽനടയാത്രയ്ക്ക് പോലും കഴിയാത്ത അവസ്ഥയാകും. ഇതിനു പുറമെ റോഡിൽ മെറ്റൽ കൂട്ടിയിട്ടിരിക്കുന്നത് അപകടങ്ങൾക്കിടയാക്കുന്നുണ്ട്. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി TCB നേരത്തെയും വാർത്ത നൽകിയിരുന്നു. ജില്ലാ കളക്ടർക്കും പഞ്ചായത്ത് അധികൃതർക്കും പോലീസിനും പരാതി നൽകിയിട്ടും മെറ്റൽ നീക്കം ചെയ്യുവാനുള്ള നടപടി പോലും കൈക്കൊള്ളുന്നില്ലെന്ന ആക്ഷേപവുമുണ്ട്. TCV എരുമപ്പെട്ടി. കേരള വിഷൻ സമ്മാന ഉത്സവ് 2025 സൂപ്പർ ബമ്പർ നറുക്കെടുപ്പ് ഇന്ന് വൈകിട്ട് 5-ന് നടക്കും. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കേബിൾ TV ബ്രോഡ്ബാൻഡ് ഉപഭോക്താക്കൾക്കായി ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലായി നടത്തിവന്നിരുന്ന സമ്മാന പദ്ധതിയുടെ സൂപ്പർ ബമ്പർ നറുക്കെടുപ്പ് തൃശൂർ പേൾ റീജൻസിയിൽ P. ബാലചന്ദ്രൻ MLA നിർവഹിക്കും. സിനി ആർട്ടിസ്റ്റ് ജയരാജ് വാര്യരുടെ സാന്നിധ്യത്തിലാണ് നറുക്കെടുപ്പ് നടക്കുക. 1-ാം സമ്മാനമായി EV കാറും 2-3 സമ്മാനങ്ങളായി 5 പേർക്ക് AC, വാഷിംഗ് മെഷീൻ, TV, EV ബൈക്ക് എന്നിവയാണ് സമ്മാനമായി നൽകുകയെന്ന് കേരള വിഷൻ ഭാരവാഹികൾ അറിയിച്ചു. ചെപ്പാറയിൽ CPM-ൽ നിന്ന് ജീവനും സ്വത്തിനും സംരക്ഷണം ആവശ്യപ്പെട്ട് കർഷക കുടുംബം കൃഷിഭൂമിയിൽ നിരാഹാരം തുടങ്ങി. പരമ്പരാഗതമായി കൃഷി ചെയ്തുവരുന്ന ഭൂമി കളിസ്ഥലമായി വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് CPM-ന്റെ നേതൃത്വത്തിൽ അക്രമവും കയ്യേറ്റവും നടത്തിയെന്നാരോപിച്ചാണ് വടക്കേടത്ത് ചിറയിൽ ജോസഫിന്റെ കുടുംബം പ്രത്യക്ഷ സമരവുമായി രംഗത്തെത്തിയത്. കോടതി ഉത്തരവ് പ്രകാരം സംരക്ഷിത വേലി കെട്ടുന്നതിനിടയിൽ സംഘടിച്ചെത്തിയ CPM പ്രവർത്തകർ ജോസഫിനെയും കുടുംബത്തെയും കയ്യേറ്റം ചെയ്ത് കാർഷിക ഉപകരണങ്ങൾ നശിപ്പിച്ചെന്നും കുടുംബം ആരോപിച്ചു. വിഷയത്തിൽ പോലീസ് അക്രമകാരികൾക്കെതിരെ നടപടി കൈക്കൊള്ളില്ലെന്നാണ് ആക്ഷേപം. സംഭവത്തിൽ പ്രതിഷേധിച്ച് ചെറിയ കുട്ടികളടക്കം 6-അംഗ കുടുംബമാണ് കൃഷിഭൂമിയിൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചത്. ഇത് ഫയലായിട്ടുള്ള LA3-213/93 അതാണ് അതിൻ്റെ ഫയൽ നമ്പർ. അപ്പോൾ ഇവർ ഈ സ്ഥലം കുറച്ച് കുട്ടികൾ കോവിഡിൻ്റെ സമയത്ത് കയറി പന്ത് കളിച്ചു. ആ പന്ത് കളിച്ചപ്പോൾ പിന്നെ അവരുടെ പാർട്ടി അണികൾക്ക് കളിസ്ഥലം വേണമെന്ന് പറഞ്ഞിട്ടാണ് ഇവർ പഞ്ചായത്തിൻ്റെ ആസ്തിയിൽ എഴുതി കയറ്റി. ക്രിമിനൽ കേസാണ് പഞ്ചായത്തിൻ്റെ ആസ്തിയിൽ വനഭൂമി എഴുതി കയറ്റിയത്. അങ്ങനെ എഴുതി കയറ്റിയിട്ട് നമ്മളെ അറിയിച്ചിട്ടില്ല. ഇതിൻ്റെ കൈവശേഖരം ഉണ്ടെന്നൊക്കെ അറിഞ്ഞിട്ട് ഇവർ അത് ചെയ്തിട്ടില്ല. എന്നിട്ട് 2023 ഇവർ ഈ ഭൂമിയിൽ ഞങ്ങൾ കൃഷി ചെയ്യുമ്പോൾ ഇവർ ഞങ്ങളെ വന്ന് ആക്രമിച്ചു. എന്നെ അപ്പനെ ഇതേ ഞങ്ങൾ ഇവിടെ ഉള്ള സമയത്ത് നവംബർ 11-ാം തീയതി ആ അക്രമം കഴിഞ്ഞ് എൻ്റെ കൈ ഒടിഞ്ഞു മറ്റേ പല്ല് 3 പൊട്ടി കഴിഞ്ഞിട്ടും അവർ 11 പേരെ പ്രതിയാക്കി ഫസ്റ്റ് FIR ഇട്ടു. ഫസ്റ്റ് FIR ഇട്ട് കഴിഞ്ഞിട്ട് ആ കേസിൽ 9 പേരെ രാഷ്ട്രീയക്കാരായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായിരുന്നു, ബ്ലോക്ക് പ്രസിഡന്റ് ഉണ്ടായിരുന്നു, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഉണ്ട്. അവരൊക്കെ ഉള്ള കാരണം അവരൊക്കെ ഒഴിവാക്കിയിട്ടാണ് വടക്കാഞ്ചേരി CI FIR ഇട്ടത്. അപ്പോൾ ഞാൻ SP-ക്ക് പരാതി കൊടുത്ത് അത് വീണ്ടും തുടരന്വേഷണത്തിന് ഓർഡറായി. എന്നിട്ട് പോലും ആ CI ഇതുവരെ അന്വേഷണം നടത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ ഹൈക്കോടതി പോയി പ്രകാരം എനിക്ക് ഇത് ഓർഡറുണ്ട്. 2023 ഡിസംബറിൽ എനിക്ക് ഓർഡർ ആയിട്ടുണ്ട്. ഈ ഭൂമിയിൽ കൃഷി ചെയ്യാനൊക്കെയുള്ള ഓർഡറുണ്ട്. അപ്പം ഞാൻ പല കാരണങ്ങളിലും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഞാൻ ഈ മഴയ്ക്ക് മുമ്പായിട്ട് ഇവിടെ കൃഷി ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഞാൻ അതിര് സംരക്ഷിക്കാൻ വേണ്ടി ഫെൻസിങ് ഇടാൻ വേണ്ടി ഫൗണ്ടേഷനൊക്കെ റെഡിയാക്കി. ഇതിൻ്റെ ഡിജിറ്റൽ സർവേ ചെയ്ത് സ്കെച്ച് കിട്ടിയതിന് ശേഷമാണ് ഞാൻ അതിര് പണി തുടങ്ങിയത്. ചെപ്പാറയിൽ സമരം നടത്തുന്ന കുടുംബത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് കോൺഗ്രസ് നേതാക്കൾ സ്ഥലം സന്ദർശിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PG ജയദീപൻ, DCC ജനറൽ സെക്രട്ടറി NR സതീശൻ, തെക്കുംകര മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ജെയ്സൺ മാത്യു, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് O. ശ്രീകൃഷ്ണൻ, ജോണി ചിറ്റിലപ്പള്ളി, ജോഷി കല്ലയിൽ തുടങ്ങിയവർ സന്ദർശക സംഘത്തിലുണ്ടായിരുന്നു. ദേശീയപാത മണത്തല പള്ളിക്ക് സമീപം മരത്തടികൾ കയറ്റി വന്ന ലോറി മറിഞ്ഞു. കണ്ണൂരിൽ നിന്ന് പെരുമ്പാവൂരിലേക്ക് പോവുകയായിരുന്ന ലോറി ഇന്ന് പുലർച്ചെ 4 മണിയോടെയാണ് അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവർ മോഹനൻ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ലോറിയുടെ ഓയിൽ ടാങ്ക് പൊട്ടി റോഡിൽ ഒഴുകിയതോടെ മേഖലയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. 1 മാസത്തിനിടയിൽ 3-ാം തവണയാണ് ഇവിടെ അപകടം ഉണ്ടാകുന്നത്. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മേഖലയിൽ അപായ മുന്നറിയിപ്പ് ഇല്ലാത്തതാണ് അപകടങ്ങൾക്ക് വഴിവെക്കുന്നതെന്നാണ് ആക്ഷേപം. വേലൂർ നടുവിലങ്ങാടിയിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ച് അപകടം. കാർ ഭാഗികമായി തകരുകയും വൈദ്യുതി പോസ്റ്റ് ഒടിയുകയും ചെയ്തു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഇന്നലെ രാത്രിയായിരുന്നു അപകടം. സ്ഥിരം അപകട മേഖലയായ ഇവിടുത്തെ വൈദ്യുതി പോസ്റ്റ് മാറ്റി സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ നിരന്തരം ആവശ്യപ്പെട്ടിട്ടും അധികാരികൾ നിസ്സംഗത തുടരുകയാണ്. കഴിഞ്ഞ 6 മാസത്തിനിടെ ഇവിടെ 10ഓളം അപകടങ്ങൾ ഉണ്ടായതായി പ്രദേശവാസിയായ ജോജു പനക്കൽ പറഞ്ഞു.
തൊഴിൽ സംവരണം അനുവദിക്കുക, വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ യഥാസമയം ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കുടുംബി സേവാ സംഘം കൊടുങ്ങല്ലൂരിൽ ധർണ നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി.എസ്. ശരത് കുമാർ ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ദിലീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് സി.എൽ. വിജയൻ, സെക്രട്ടറി ടി.എം. രാജൻ, എ.ബി. മനു, പി.ആർ. ജിനേഷ് എന്നിവർ സംസാരിച്ചു. തനിച്ചു താമസിക്കുന്ന വയോധികന്റെ 2 ദിവസം പഴക്കം ചെന്ന മൃതദേഹം വീടിനുള്ളിൽ കണ്ടെത്തി. ആറ്റൂർ മേലെ വെട്ടിക്കാട്ടിരി കുന്നുമ്മൽ വീട്ടിൽ 56 വയസ്സുള്ള മണികണ്ഠനാണ് മരിച്ചത്. ചെറുതുരുത്തി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. മൃതദേഹം മുളകുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. കടങ്ങോട് പഞ്ചായത്തിലെ വെള്ളറക്കാട് തിപ്പലശ്ശേരി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒപ്പുശേഖരണവും പ്രതിഷേധ ധർണയും നടത്തി. പഞ്ചായത്തിലെ 2, 3, 9 വാർഡുകളിൽ ഉൾപ്പെട്ട റോഡ് വർഷങ്ങളായി തകർന്നു കിടക്കുകയാണ്. കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയെയും അക്കിക്കാവ് എരുമപ്പെട്ടി ബൈപ്പാസ് റോഡിനെയും ബന്ധിപ്പിക്കുന്ന റോഡാണ് തകർന്ന് കാൽനട യാത്രയ്ക്ക് പോലും സാധ്യമാകാത്ത അവസ്ഥയിലുള്ളത്. അധികൃതരുടെ അവഗണനയ്ക്കെതിരെ കോൺഗ്രസ് 2, 3, 9 വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് ഒപ്പുശേഖരണവും പ്രതിഷേധവും സംഘടിപ്പിച്ചത്. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടം ഉദ്ഘാടനം ചെയ്തു. വാർഡ് പ്രസിഡന്റ് സി.കെ. ശിവരാമൻ അധ്യക്ഷനായി. നേതാക്കളായ കെ.യു. സണ്ണി, സി.ജി. ജാക്സൺ, പി.സി. ഗോപാലകൃഷ്ണൻ, സലാം വലിയകത്ത് തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ജവഹർ ബാലഭവനിൽ കുട്ടികൾക്കായി ഒരുക്കിയ അവധിക്കാല ക്യാമ്പ് കളിവീടിലേക്ക് ബുധനാഴ്ചയെത്തിയത് എക്കാലത്തെയും കുട്ടികളുടെ കൗതുകമായ ആനയായിരുന്നു. തിരുവമ്പാടി ലക്ഷ്മി എന്ന 52കാരി കളിവീടിലെ കുരുന്നുകളുടെ മനം കവർന്നു. ലക്ഷ്മിക്കൊപ്പം ആനയറിവുകൾ പങ്കുവയ്ക്കാൻ പ്രമുഖ ആനവിദഗ്ധനായ ഡോക്ടർ പി.ബി. ഗിരിദാസും ഉണ്ടായിരുന്നു. ആനയെക്കുറിച്ചുള്ള കുട്ടികളുടെ ഓരോ സംശയത്തിനും നർമ്മം കലർന്ന മറുപടികളോടെ കുട്ടികളിലും കൂടെ നിന്നവരിലും ഡോക്ടർ ഗിരിദാസ് ചിരി പടർത്തി. ആനവായിൽ എത്ര പല്ലുണ്ട്, ആന എത്ര വെള്ളം കുടിക്കും, ആന എത്ര ഭക്ഷണം കഴിക്കും, ആന എത്ര നേരം ഉറങ്ങും, ആനയ്ക്ക് എത്ര ഭാരമുണ്ട്, പിടിയാനയുടെ കൊമ്പിന്റെ പേരെന്ത്, ആന ചെവിയാട്ടുന്നതെന്തിന്, ആനയുടെ മുൻകാലുകൾക്കും പിൻകാലുകൾക്കും പറയുന്ന പേരെന്ത് തുടങ്ങി കുരുന്നുകളുടെ കുഞ്ഞു കുഞ്ഞു സംശയങ്ങൾക്ക് ഡോക്ടർ ഗിരിദാസ് രസകരമായ മറുപടി നൽകി. ഒടുവിൽ ആനയ്ക്ക് ഭക്ഷണം കൊടുക്കുവാനും ആനപ്പുറത്തേറാനും മറ്റൊരിക്കൽ അവസരം നൽകാമെന്ന് പാപ്പാനെ കൊണ്ട് സമ്മതിപ്പിക്കുകയും ചെയ്തു. കോർപ്പറേഷൻ കൗൺസിലറും ജവഹർ ബാലഭവൻ ബോർഡ് അംഗവുമായ ഐ. സതീഷ് കുമാർ, മുൻ ഫോറസ്റ്റ് ഓഫീസർ അജിത് കുമാർ, അനിൽ തുടങ്ങിയവർ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. ഭീമമായ കോടതി ഫീസുകൾ പിൻവലിക്കുക, ഫീസ് വർധനവ് പുനഃപരിശോധിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള അഡ്വക്കേറ്റ്സ് ക്ലർക്ക് അസോസിയേഷൻ ചാവക്കാട് യൂണിറ്റ് പ്രതിഷേധ ധർണ നടത്തി. ചാവക്കാട് മിനി സിവിൽ സ്റ്റേഷന് മുൻപിൽ നടത്തിയ ധർണ ചാവക്കാട് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോബി ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. KSEA ചാവക്കാട് യൂണിറ്റ് പ്രസിഡന്റ് ടി.ആർ. അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. ലോയേഴ്സ് കോൺഗ്രസ് അംഗം അഡ്വക്കേറ്റ് ജോജോ ജേക്കബ്, ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ലോയേഴ്സ് ചാവക്കാട് യൂണിറ്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് C.P. പ്രജിത്ത്, ഭാരതീയ അഭിഭാഷക പരിഷത്ത് ചാവക്കാട് യൂണിറ്റ് കൺവീനർ അഡ്വക്കേറ്റ് കെ. നാരായണൻ, KSEA സംസ്ഥാന കൌൺസിൽ മെമ്പർ P. വിജീഷ് തുടങ്ങിയവർ സംസാരിച്ചു. മതിലകം പഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ ആഭിമുഖ്യത്തിൽ കലാമേള സംഘടിപ്പിച്ചു. മതിലകം OLF GHS സ്കൂളിൽ നടന്ന കലാമേള മതിലകം പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ ഉദ്ഘാടനം ചെയ്തു. CDS ചെയർപേഴ്സൺ സിബി രാജേഷ് അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ സൈന ചന്ദ്രൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TS രാജു, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയ ഹരിലാൽ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK പ്രേമാനന്ദൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമതി സുന്ദരൻ തുടങ്ങിയവർ സംസാരിച്ചു. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ വലിയ നോമ്പിലെ ബുധനാഴ്ച ആചരണം പൂർത്തിയായി. വിശുദ്ധ യോസേപ്പ് പിതാവിന്റെ വലിയ തിരുനാളിന് ഒരുക്കമായിട്ടാണ് 50 നോമ്പിലെ 7 ബുധനാഴ്ചകളിൽ തിരുനാൾ ആചരണം നടത്തിയത്. നേർച്ചയൂട്ടിന്റെ വെഞ്ചരിപ്പ് ഫാദർ ആന്റണി ചെമ്പകശ്ശേരി നിർവഹിച്ചു. ദിവ്യബലിക്ക് ഫാദർ തോമസ് ഊക്കൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പാരിഷ് ഹാളിൽ നടന്ന സൗജന്യ നേർച്ച ഊട്ടിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കുചേർന്നു. കുട്ടികൾക്കുള്ള ആദ്യ ചോറൂണിനും പ്രത്യേക പ്രാർത്ഥനകൾക്കും നിരവധി അമ്മമാരാണ് പിഞ്ചുകുട്ടികളുമായി എത്തിച്ചേർന്നത്. ലില്ലിപ്പൂവ് സമർപ്പണം, അടിമയിരുത്തൽ എന്നിവ നടന്നു. സഹവികാരിമാരായ ഫാദർ ഗോഡ്വിൻ കിഴക്കൂടൻ,
ഫാദർ ലിവിൻ കുരുത്തുകുളങ്ങര എന്നിവർ തിരുകർമ്മങ്ങൾക്ക് സഹകാർമ്മികത്വം വഹിച്ചു. അന്നകര GLP സ്കൂളിൽ സ്റ്റാർസ് പ്രീ പ്രൈമറി വർണ്ണക്കൂടാരം കുട്ടികൾക്ക് തുറന്നു നൽകി. MLA മുരളി പെരുന്നെല്ലി വർണ്ണക്കൂടാരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സമഗ്ര ശിക്ഷ കേരളം മുല്ലശ്ശേരി BRCയുടെ നേതൃത്വത്തിൽ 10 ലക്ഷം രൂപ ചെലവഴിച്ചാണ് വർണ്ണക്കൂടാരം നിർമ്മിച്ചത്. 3 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ചുറ്റുമതിൽ മുല്ലശ്ശേരി പഞ്ചായത്തിന്റെ 1.5 ലക്ഷം രൂപ ചെലവഴിച്ച് പാകിയ ഇന്റർലോക്ക് എന്നിവയുടെ ഉദ്ഘാടനവും ഇതോടനുബന്ധിച്ച് നടന്നു. മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ദിൽന ധനേഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ, ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി, ജനപ്രതിനിധികളായ ബിന്ദു സത്യൻ, KP ആലി, ഷീബ വേലായുധൻ, മിനി മോഹൻദാസ്, ശ്രീദേവി ഡേവിസ് തുടങ്ങിയവർ സംസാരിച്ചു. കയ്പമംഗലം തത്വമസി അയ്യപ്പ സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ വിഷു ആരവം സംഘടിപ്പിച്ചു. ചളിങ്ങാട് അഗസ്തേശ്വപുരം മഹാദേവ ക്ഷേത്ര മൈതാനിയിൽ ആലിങ്ങലമ്മ പെരിഞ്ഞനവും ന്യൂ ആതിര നിലാവ് മാളയും വീരനാട്യം കൈകൊട്ടിക്കളിയും അവതരിപ്പിച്ചു. ക്ഷേത്രം ഭാരവാഹികളായ ശ്രീജിത്ത് പന്തളത്ത്, ശ്രീകുമാർ പന്തളത്ത്, പ്രണവ് മലയാറ്റിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി 3 പീടിക യൂണിറ്റ് സുവർണ ജൂബിലി ആഘോഷത്തിന് തുടക്കം കുറിച്ച് യൂണിറ്റ് പ്രസിഡന്റ് MKM ഇക്ബാൽ പതാക ഉയർത്തി. ശിങ്കാരിമേളം, ദഫുമുട്ട് എന്നീ കലാരൂപങ്ങളുടെ അകമ്പടിയോടെ 3 പീടിക ടൗണിൽ വിളംബര റാലി നടത്തി. പെസഹ രഹസ്യം ദാവിഞ്ചി പൊരുൾ എന്ന പേരിൽ കഥകളിയായി മലയാളികൾക്ക് മുൻപിൽ അവതരിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ചിത്രകാരനും തൃശൂർ സ്വദേശിയുമായ ഫ്രാൻസിസ് ആന്റണി കോടങ്കണ്ടത്തിന്റെ ഡീകോഡിംഗ് ദാവിഞ്ചി എന്ന ചിത്രപരമ്പര മുംബൈയിൽ ജഹാംഗീർ ആർട്ട് ഗാലറിയിൽ പ്രദർശിപ്പിച്ചിരുന്നു. ഈ ചിത്രപരമ്പരയെ പുരസ്കരിച്ച് ആട്ടകഥാകാരിയും കവയിത്രിയുമായ വെൺമണി രാധാമാധവനാണ് ആട്ടകഥ എഴുതിയത്. ദില്ലി സ്കൂൾ ഓഫ് കഥകളി ഡയറക്ടർ പത്മശ്രീ സദനം ബാലകൃഷ്ണൻ ഗുരുക്കൾ സംവിധാനം ചെയ്ത് ദാവിഞ്ചി പൊരുൾ എന്ന കഥകളിയുടെ ഡ്രസ് റിഹേഴ്സലും നടന്നു. ഗുരു സദനം ബാലകൃഷ്ണൻ തന്നെയാണ് ദാവിഞ്ചിയായി വേഷമിട്ടത്. കലാമണ്ഡലം സാജനാണ് സഹസംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. കലാമണ്ഡലം സനോജ് യൂദാസായി വേഷമിടുന്നു. നെടുമ്പള്ളി രാം മോഹനാണ് സംഗീത സംവിധാനം. 1 വർഷം നീളുന്ന പരിശീലനത്തിനും റിഹേഴ്സലുകൾക്കും തൃശൂരിൽ നാളെ തുടക്കമാകും. 2026 പെസഹ ബുധനാഴ്ച ഡാവിഞ്ചി പൊരുൾ പൂർണ്ണരൂപത്തിൽ അരങ്ങിൽ എത്തിക്കാനാണ് സംഘാടകരുടെ ശ്രമം. വാർത്താസമ്മേളനത്തിൽ ആർട്ടിസ്റ്റ് ഫ്രാൻസിസ് കോടങ്കണ്ടത്ത്, ജോയ് കാച്ചപ്പള്ളി, ജോസ് വാഴപ്പള്ളി, കലാമണ്ഡലം സാജൻ, OJ ജോസ് എന്നിവർ പങ്കെടുത്തു. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട 108 വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായി കൊടുങ്ങല്ലൂർ നഗരസഭ സ്റ്റീൽ മേശകളും കസേരകളും സൗജന്യമായി നൽകി. പദ്ധതിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത നിർവഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ LC പോൾ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KS കൈസാബ്, ON ജയദേവൻ, കൌൺസിലർമാരായ KR ജൈത്രൻ, TS സജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. തിരുവില്ലാമലയിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. പഞ്ചായത്ത് ഓഫീസിന് മുന്നിലാണ് പൈപ്പ് പൊട്ടി വെള്ളം പാഴായി പോകുന്നത്. മലവട്ടം ഭാഗത്തേക്കുള്ള പൈപ്പാണ് പൊട്ടിയത്. ബിരിയാണി വിൽപ്പനയിലൂടെ ജീവിതക്ലേശം മറികടക്കാനുള്ള ശ്രമത്തിലാണ് പഴയന്നൂർ സ്വദേശി അഷ്റഫ്. ഹൃദ്രോഗിയായ അഷ്റഫിന്റെ കുടുംബ പ്രതീക്ഷയാണ് പൊതിഞ്ഞു നീട്ടി നിൽക്കുന്നത്. 47 വയസ്സുള്ള പഴയന്നൂർ പൊറ്റ സ്വദേശി അഷ്റഫാണ് ബിരിയാണി വിൽപ്പനയുമായി മുന്നിട്ടിറങ്ങിയിട്ടുള്ളത്. പഴയന്നൂർ തൃശൂർ റോഡിൽ സീഡ് ഫാം അതിലിനോട് ചേർന്നുള്ള തണലിലാണ്
അഷ്റഫിന്റെ ബിരിയാണി വിൽപ്പന. ഒരു കൈയിൽ ഒരു പൊതി ബിരിയാണിയും മറുകൈയിൽ വിലവിവര ബോർഡുമായാണ് കച്ചവടം. പഴയന്നൂർ ടൗണിൽ ഏറെക്കാലം ഓട്ടോ ഡ്രൈവറായിരുന്നു അഷ്റഫ്. ഹൃദയ സംബന്ധമായ അസുഖത്തിൽ ശസ്ത്രക്രിയ നടത്തിയ ശേഷമാണ് ശാരീരിക അവശതകൾ മൂലം ബിരിയാണിയുമായി വഴിവക്കിലെത്തിയത്. പഴയന്നൂരിലെ തപസ്യ കലാകായിക സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ അഷ്റഫിന് ബിരിയാണി വിൽപ്പനയ്ക്കായി കൂടെ നൽകി. ഭാര്യയും 2 പെൺമക്കളുമുള്ള അഷ്റഫിന്റെ മൂത്ത മകളുടെ വിവാഹം കഴിഞ്ഞു. രണ്ടാമത്തെ മകൾ ഡിഗ്രി 1ാം വർഷ വിദ്യാർത്ഥിനിയാണ്. ആശുപത്രി ചെലവ്, ഭവന വായ്പയുടെ തിരിച്ചടവ്, മക്കളുടെ വിദ്യാഭ്യാസം, ജോലി ചെയ്യുവാനുള്ള ആരോഗ്യമില്ലായ്മ ഇതൊക്കെയാണ് അഷ്റഫിനെ വഴിവക്കിൽ എത്തിച്ചിരിക്കുന്നത്. ഇതിന് മുന്നേ ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കലായിരുന്നു. അപ്പോൾ വണ്ടിയൊന്നും ഒരുപാട് ദൂരം ഓടിക്കാനൊന്നും ആയില്ല. ഞാൻ ഇവിടെ കച്ചവടം ചെയ്യാൻ തുടങ്ങിയിട്ട് 1 മാസമായി. വീട്ടിൽ വെച്ചിട്ട് പാകം ചെയ്യും. ഞാനും വൈഫും കൂടി വെച്ചുണ്ടാക്കി ചിക്കൻ ബിരിയാണി ചെറിയൊരു വിലയ്ക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നു. അതിന് കിട്ടുന്ന സഹായം കൊണ്ട് മരുന്നിൻ്റെ ചിലവും കാര്യങ്ങളും ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 3-4 മാസമായിരുന്നു. അപ്പോൾ ചെറിയ വർക്കുകളൊക്കെ ഇപ്പോൾ തുടങ്ങാൻ പറ്റുള്ളൂ. നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഭാര്യയും അഷ്റഫും ചേർന്ന് പാകം ചെയ്ത ബിരിയാണിയാണ് വിൽപ്പന നടത്തുന്നത്. അഷ്റഫിൽ നിന്ന് ഒരു പൊതി ബിരിയാണി വാങ്ങുന്നവർ അതിലൂടെ ഒരു കാരുണ്യ പ്രവർത്തിക്ക് കൂടിയാണ് പങ്കാളിയാകുന്നത്. TCV ന്യൂസ്, തിരുവില്ലാമല. സംസ്ഥാനത്ത് വീണ്ടും കുതിച്ച് സ്വർണ്ണവില. പവന് 760 രൂപയാണ് കൂടിയത്. 1 പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില 70,520 രൂപയാണ്. ഇതോടെ സ്വർണ്ണവില സർവകാല റെക്കോർഡിലെത്തി. ഗ്രാമിന് 95 രൂപയാണ് കൂടിയത്. 1 ഗ്രാം സ്വർണത്തിന്റെ ഇന്നത്തെ വില 8,815 രൂപയായി. ചരിത്രത്തിൽ ആദ്യമായി 70,000 കടന്ന സ്വർണ്ണവില 2 ദിവസത്തിനുള്ളിൽ താഴ്ന്നെങ്കിലും വീണ്ടും റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറുകയാണ്. കടങ്ങോട് പാറപ്പുറം ന്യൂ ഫ്രണ്ട്സ് ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗ്രാമോത്സവം സംഘടിപ്പിച്ചു. ചലച്ചിത്ര താരം സനൂജ സോമനാഥ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് 3ാം വാർഡ് അംഗം ബീന രമേശ് അധ്യക്ഷത വഹിച്ചു. അഡീഷണൽ ഡിസ്ട്രിക്ട് ജഡ്ജ് KN പ്രശാന്ത് മുഖ്യാതിഥിയായി. KK സുമേഷ്, MR രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ പരിഷ്കരിച്ച പാഠപുസ്തകങ്ങൾ സംബന്ധിച്ച് അധ്യാപകർക്ക് പരിശീലന ക്ലാസ് നൽകി. മുള്ളൂർക്കര ആറ്റൂർ നൂറുൽ ഉലും മദ്രസയിൽ നടന്ന ശില്പശാല ആറ്റൂർ മഹൽ ഖത്തീബ് CK ഉമർ അൻവരി ഉദ്ഘാടനം ചെയ്തു. ജമയ്യത്തുൽ മുഅലമീൻ വടക്കാഞ്ചേരി മേഖലാ പ്രസിഡന്റ് A അഷ്റഫ് ദാരിമി അധ്യക്ഷത വഹിച്ചു. ഷമീർ ദാരിമി പരപ്പനങ്ങാടി, ഷെഫീഖ് ഫൈസി കാളികാവ്, KK സുലൈമാൻ തുടങ്ങിയവർ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി. നോക്കൂ, നിങ്ങൾ ശരിക്കും ഉസ്താദുമാർ എങ്ങനെയായിരിക്കണം? ഖുർആൻ നമുക്ക് പഠിപ്പിച്ചത് ആരാണ്? ശരിക്കും ആർക്കെങ്കിലും ഒന്ന് പറയാം. നമ്മെ പഠിപ്പിച്ചത് ആരാണ്? ഖുർആൻ നമ്മെ പഠിപ്പിച്ചത് ആരാണ്? നമുക്കൊക്കെ അറിയില്ലേ? പാവറട്ടി പ്രസ് ഫോറം ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി 2ാം ഘട്ട സൗജന്യ ഡയാലിസിസ് കൂപ്പൺ വിതരണം ചെയ്തു. മുരളി പെരുന്നല്ലി MLA ഉദ്ഘാടനം ചെയ്തു. പ്രസ് ഫോറം പ്രസിഡന്റ് TT മുനേഷ് അധ്യക്ഷനായിരുന്നു. പ്രസ് ഫോറം ജനറൽ സെക്രട്ടറി ബിജോയ് പെരുമാട്ടിൽ, ഡയാലിസിസ് പദ്ധതി കൺവീനർ NJ ലിയോ, ജോയിന്റ് കൺവീനർ ജോഷി വാഴപ്പള്ളി, അഫ്സൽ പാടൂർ, വർഗീസ് പാവറട്ടി, സുബ്രഹ്മണ്യൻ ഇരിപ്പശ്ശേരി എന്നിവർ സംസാരിച്ചു. പാവറട്ടി സാന്റ് ജോസ് ആശുപത്രിയുമായി സഹകരിച്ചാണ് സൗജന്യ ഡയാലിസിസ് പദ്ധതി നടപ്പിലാക്കുന്നത്. പാഞ്ചജന്യം ഭാരതം തൃശ്ശിവ പേരൂർ ജില്ലാ ഘടകത്തിന്റെ നേതൃത്വത്തിൽ തൃശൂർ പൂരം ഹിന്ദു മഹാസംഗമം ഈ മാസം 27, 28 തീയതികളിൽ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. തൃശൂർ പൂരത്തിന്റെ ആധ്യാത്മിക പ്രൗഢിയെ പുതുതലമുറയ്ക്ക് പകർന്നു നൽകുക, സമൂഹത്തിന്റെ മൂല്യവിതരണം നടത്തുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് സംഗമം സംഘടിപ്പിക്കുന്നത്. 27 വൈകിട്ട് 4 നടക്കുന്ന വിളംബര ഘോഷയാത്രയോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമിടുന്നത്. 28 രാവിലെ 9:30 ശ്രീ ശങ്കര ഹാളിൽ നടക്കുന്ന സംഗമം ഇന്ത്യ ജനറൽ ഓഫ് അറ്റോർണി R വെങ്കിട്ടരമണി ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ TS രാമകൃഷ്ണൻ, സ്വാമി നന്ദാത്മജാനന്ദ, ഡോക്ടർ MV നടേശൻ, U പുരുഷോത്തമൻ, TK ഇന്ദിര എന്നിവർ പങ്കെടുത്തു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,815 രൂപ, പവന് 70,520 രൂപ. വെള്ളി ഗ്രാമിന് 108 രൂപ.
പ്ലാറ്റിനം ഗ്രാമിന് 3284 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ ഇനി പൂരലഹരിയിലേക്ക്. പാറമേക്കാവ് ദേവസ്വത്തിന്റെ മണികണ്ഠനാൽ പൂരം പന്തലിന് കാൽനാട്ടി. അനിശ്ചിതത്വങ്ങൾക്ക് ഇട നൽകാത്ത രീതിയിൽ പൂരം നടത്തുമെന്ന് ഭാരവാഹികൾ. അതിരപ്പള്ളി പഞ്ചായത്തിൽ ജനകീയ ഹർത്താൽ തുടരുന്നു. കാട്ടാനാക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധിച്ചാണ് ഹർത്താൽ. വെറ്റിലപ്പാറയിൽ റോഡ് ഉപരോധിച്ച ജനകീയ സമിതി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. തൃശൂർ, പാലക്കാട് RD ഓഫീസുകൾക്ക് ബോംബ് ഭീഷണി. പോലീസും ബോംബ് സ്ക്വാഡും പരിശോധന നടത്തി. ഇമെയിൽ വഴിയാണ് ഭീഷണി സന്ദേശം വന്നത്. MDMAയുമായി വിദേശ പൗരനെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. ടാൻസാനിയ സ്വദേശി അബ്ദുൾ ഹാമദ് മഖാമയാണ് പിടിയിലായത്. യേശുക്രിസ്തുവിന്റെ അന്ത്യ അത്താഴത്തിന്റെ സ്മരണ പുതുക്കി ക്രൈസ്തവ വിശ്വാസികൾ നാളെ പെസഹ വ്യാഴം ആചരിക്കും. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനാ തിരുകർമ്മങ്ങൾ നടക്കും. വാടാനപ്പള്ളിയിൽ സഹപ്രവർത്തകനെ മദ്യലഹരിയിൽ കെട്ടിടത്തിൽ നിന്നും തള്ളിയിട്ട് കൊലപ്പെടുത്തി. പത്തനംതിട്ട സ്വദേശി അനിൽകുമാറാണ് മരിച്ചത്. സംഭവത്തിൽ സഹപ്രവർത്തകനായ കോട്ടയം സ്വദേശി ഷാജു ചാക്കോ പോലീസ് പിടിയിൽ. ചേലക്കരയിൽ യുവാവിന് കുത്തേറ്റു. തലക്കോട്ടുകര കൈപ്പറമ്പ് റോഡിന്റെ ശോചനീയാവസ്ഥ യാത്രക്കാർക്ക് ദുരിതമാകുന്നു. പുനർനിർമ്മിക്കുവാനോ അറ്റകുറ്റപ്പണി നടത്തുവാനോ തയ്യാറാകാതെ അധികൃതർ. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.